ഓ ഓടാ അത് ഞാൻ ഇന്നലെ വലിച്ചേരി കളഞ്ഞു. അതില് കാര്യമായിട്ടൊന്നുമില്ല. അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഓ ഇന്നാർക്ക് കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ മണി 9 കഴിഞ്ഞാ. വേഗം വാടാ. എന്താ അയ്യോ എന്താ ഇപ്പൊ അവരുടെ ഒരു തിരക്ക്? ഓ എടാ ഉരുണ്ട് മറിഞ്ഞ് വീട് കയ്യും കാലും അടിക്കാനുള്ള മെല്ലപ്പോ. ഓ ശരിയേ, ഞങ്ങൾ നോക്കിക്കോളാവേ. ചേട്ടത്തിയേ എത്തിയോ കാലന്മാര്? ഇങ്ങോട്ട് കാട്ടു പാത്രം. ഇങ്ങോട്ട് കാട്ടടാ. ആ 2 വേണ്ട, 1 മതി. ചേട്ടാത്തിയേ ഇതില് കൊള്ളാവുന്ന പീസൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ? കൊള്ളാവുന്ന പീസൊക്കെ നിന്റെ മൊബൈലിലല്ലേ? ചേട്ടത്തിയത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരി ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൊണ്ടുവരാ. ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കട്ടൻ കാപ്പി. ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. ഓ കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. എന്റെ കർത്താവേ, എന്റെ ഈശോയേ, ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ. എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. ഇത് ഞാനടാ ചേട്ടത്തി. സിനിമയാ? എടാ നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പൊ മോൻ പ്രേതം പടം കണ്ടുകൊണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട നീ എങ്ങനെ SSFU ആയത്? അതല്ല എന്റെ കൂട്ടുകാരൻ എവിടെ? അവനോ? അവനിവിടെ എവിടെയോ. അല്ല ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ. എന്താടാ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നോ? അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ ഞാൻ അപ്പഴേ പറഞ്ഞില്ല. എവിടെ പോയി? എടാ ഒന്ന് വേഗം വാടാ, കേറടാ. ഒന്ന് പാടാ. എനിക്കും തോന്നി. അത് പിന്നെ അത്യാവശ്യം ആയതുകൊണ്ടാ. ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ ഇല്ലല്ലോ തനിക്ക്. പോയെ. എന്താണോ ഒരു ചുറ്റിക്കടി? പോട്ടെ. അയ്യോ ഗവൺമെന്റ് അല്ല, കണ്ടും കേട്ടും ഒക്കെ നടക്കണം. മോള് പോക്കോ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല.
ചേട്ടത്തിയേ ഇതാര്? അതെ ഇവന്മാരൊക്കെ ഒന്ന് നോക്കിയാ മതി. പൊക്ക പൊക്ക. ചെല്ല് ചെല്ല്. പോടാ. അയ്യടാ. നിന്റെ ചട്ടുകാല് മനുഷ്യന് വഴി നടക്കാനും പറ്റില്ല. ഓ ഇതൊന്നും മറച്ചിടാനും എടുത്താനും വയ്യ. അയ്യോ ബക്കറ്റ് എടുത്ത് വെച്ചടാ. കാര്യത്തിൽ പെടും കുളിക്കാം. ഒരു ഉള്ളിയായിരുന്നു ഞാനാ ഒലിപ്പിക്കണ്. ഹായ് ഇന്നാ കഴുത്തിലിട്ടോടാ. അവന്റെ ഒരു ഉണ്ടാക്കല് മര്യാദക്ക് പരത്തിയിട്ടാ. നക്കാൻ പഠിച്ചാ പോരാ. എന്റെ കർത്താവേ ഇതന്നെ തീറ്റിക്കുന്നു ഞാൻ. ഇങ്ങനതൊക്കെ ഒന്ന് കാണാലൊന്ന്. കോഴിയാടും പോത്തു കഴിച്ചു. ചേട്ടത്തിയേ അങ്ങോട്ട് മാറിയേ, ഞാൻ കഴിവാം. ഞാൻ കഴിക്കോളാം. ചേട്ടത്തിയേ ഇന്ന് വൈകുന്നേരം വന്ന പെണ്ണേതാ? നല്ല മുഖപരിചയം. ഇതറിയാനായിരുന്നു എന്റെ പുറകെ മണപ്പിച്ചേർന്നിരുന്നതില്ലേ? അതെന്റെ ഇളയ മോളാ. അവളെ നിനക്ക് മുഖപരിചയം കാണില്ല, പക്ഷേ അവളുടെ കെട്ടിയോനെ നീ അറിയും. കൊടുവാൾ ഷാജി അറിയില്ലേ? അവന് ഈയിടെ ജയിലിൽ നിന്ന് വന്നിട്ട് എടാ ഇത് കോഴിയാ. നിന്റെ വേലക്കാരൊന്നും അതിന്റെ അടുത്ത് നടക്കില്ല. അയ്യോ കണ്ടില്ലല്ലോ. അവൻ കാണില്ല. വായ വെച്ചൊരു സാധനം തിന്നാൻ കൊള്ളില്ല. പോത്ത് പോലെ ഇത്തണ്ടോ ഓരോന്ന്. റാണി ചേച്ചി ക്യാൻറ്റീനിലേക്കാണോ? ക്യാൻറ്റീനിലേക്കല്ലാതെ പിന്നെ ക്യാബറയ്ക്കാണോ? കണ്ടാൽ അങ്ങനെ തോന്നും. ഞാനൊരു കുശലം ചോദിച്ചതല്ലേ എന്റെ ചേച്ചി. നീ കൊറേ കുശലം പറയും, എനിക്കറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഈ റാണി ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ മോനെ വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നല്ലേ ഇത്. ഒന്ന് പോ എന്റെ റാണി ചേച്ചി. എന്റെ പാടത്ത് തന്നെ വേണോടാ നിനക്ക് വിളവിറക്കാൻ. പിന്നെ ഒരു ക്യാരറ്റ് എടുക്കാൻ. എന്റെ പെണ്ണുമ്പിളടുത്താണ് നിന്റെ ക്യാരറ്റ് കച്ചവടം. ഒരുമാതിരി വേണ്ടതിന് പറഞ്ഞാലുണ്ടല്ലോ. കെട്ടിയവനാണ് കോളേജാണെന്ന് ഞാൻ നോക്കില്ല. എന്റെ തനി കൊണ്ടുപിടിപ്പിക്കരുത്. ഒരു വേണ്ടതിനായിട്ട് വന്നോളൂ. ഇവർക്കൊക്കെ മോഹിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും കെട്ടിപ്പോയില്ലേ, ചുമന്നല്ലേ പറ്റൂ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ചാരുചിത്രത്തിലെ വീരാംഗനയവൾ, സ്വപ്നാംബരത്തിലെ ചന്ദ്രലേഖ. എന്നും പ്രഭാതങ്ങൾ എന്ന പോലെ കാണാൻ കൊതിക്കുന്ന കാഴ്ച പോലെ ഇവൾ. വന്നു ദാ പോയി. എന്താടാ എത്ര കർക്കിടകം വന്നു പോയി. ഇതിനൊന്നും ചാക്കാലയില്ലേ. പ്രേം സാർ, എന്താടേ? ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നിന്റെ പ്രായതല്ലേ, സംശയം ഉണ്ടാവും. ചോദിക്ക്. ടിയാമോ ചായ കുടിച്ചോന്ന്? മാഷെ അതല്ല, ഈ ടിയാമോ എന്ന് പറഞ്ഞാൽ എന്താ? ടിയാമോ എന്ന് വെച്ചാ അതൊരു സ്പാനിഷ് വാക്കാണ്. അതിന്റെ അർത്ഥം ഐ ലവ് യു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ആദ്യാനുരാഗം. മാഷെ ഒന്നുകൂടി, ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീട് ഉണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? എടാ നീയൊക്കെ എന്നെ പറ്റി എന്തോന്ന് വിചാരിച്ചത്? കാര്യത്തിലൊന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെയൊക്കെ ഒരു വാദ്യാരല്ലടേ. സോറി സാർ. അതിപ്പോ ഞാൻ നിനക്ക് എങ്ങനെ പറഞ്ഞു തരും? വാ വാ വാ. എടാ മണ്ട, ഉറക്കം വരുന്ന ഈ കാല് വെള്ളത്തിയിട്ട് പഠിക്ക്. ഓ അത് ശരിയാ, കാല് മാത്രം ആക്കണം നിന്നാ, ശരീരം മുഴുവൻ വെള്ളത്തിയിടാ. ഓ ശരി. അയ്യോ എന്തോന്നടാ ഇത്?
നെത്തോലി മീനോ? ഹോ. ആ എന്തായാലും പഠിക്കുക. Three theory of Newton's. For any action there is equal and opposite reaction. ഓ, എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന്. ആ നമ്മൾ ആണുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചകപുക. ഈ ന്യൂട്ടന്റെ ഒരു കാര്യേ. അയ്യോ എന്റെ അമ്മ, ഞാൻ കണ്ടുപിടിച്ചേ. സ്വിമ്മിംഗ് പൂളിൽ നെത്തോലി മീൻ. നത്തോലിയും കരിമീനൊന്നല്ല, നീർക്കോലിയായിരിക്കും. കടിച്ചെടുക്കും, സൂക്ഷിച്ചോ. അവന്റെ ഒരു മീനും നത്തോലി. അയ്യോ അയ്യോ, അല്ലടോ ഇതെന്താ മലബാറിന് മലബാർത്തിയോ? അല്ലടോ കൂടി നനിയൊന്നും ഇല്ലേ? Mr. Shashi. ശശി, Yeah, this is Zop and Gangnam style. അപ്പൊ ഇതോ? This is English style. This is dating style and living together. അപ്പൊ ഇവിടെ ഒന്നാ ശരിയാവില്ല. This is too much. ഇത് ഓപ്പൺ പൊട്ടർ സ്റ്റൈൽ, ഇത് ഹൈടെക് ബണ്ടർ സ്റ്റൈൽ. ഞാനൊന്നും കണ്ടില്ലേ, കാലം മാറിപ്പോയി. ചുംബന സമരം, നിൽപ്പ് സമരം, ഇങ്ങനെ പോയാ കിടപ്പ് സമരം അടുത്ത് തന്നെ വരുമായിരിക്കും. ഇതിനും ഭേദം എടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്താ പോരായിരുന്നോ? ബ്ലഡി ഫൂൾസ്. നല്ല പണി. ഇതാണ് പറഞ്ഞത്, നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടണമെന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ നൂലും തുണി ഇല്ലാത്ത പാവേനെ വെച്ച് കളിപ്പിക്കേണ്ടി വരും. കൊണ്ടുപോടാ വിടുന്നത്. വന്നല്ലോ കരിമുട്ടി. അയ്യോ, വിവാഹപ്രായം ചുരുക്കണം എന്ന് എല്ലാരും പറയും. പറഞ്ഞിട്ടെന്ത് പ്രയോജനം? പണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് 2 പിള്ളേരുണ്ടാവുമായിരുന്നു. പഠിക്കാൻ വന്നിട്ടോ അതും നടന്നില്ല. ദേ കിടക്കണം. പഠിക്കാനോ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതിനെങ്കിലും എന്റെ ശരീരം കൊണ്ട് കഴിയുവോ? ഹേടാ, തേങ്ങ ഉടച്ചാലേ അതിനകത്ത് വെള്ളം കാണൂ. ചിലതിൽ വെള്ളവും കാണില്ല, പേട്ട തേങ്ങ ആയിരിക്കും, ദൈവനെ പോലെ. അയ്യോ, ഒരു വെള്ളക്കറിഞ്ഞു പോടാ. എടാ, ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ് നമ്മുടെ മനുവിനാ. പിന്നെ കിട്ടിയതന്നെ.